നമസ്കാരം. ഇന്നത്തെ ദിവസം അറിയാമല്ലോ, ഇന്ന് ജനുവരി 15, 2025. നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സന്തോഷ വർത്തമാനം കൂടി പറയുകയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായൊരു ഉന്നതി ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ദേവഗുരുവായ വ്യാഴം നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭഗ്രഹം കൂടിയാണ്. പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം എന്നൊരു പേര് കൂടി വ്യാഴത്തിനുണ്ട്. ചില രാശിക്കാർക്ക് ഈ വ്യാഴം അനുകൂലമായി മാറുകയാണ്. അതും ഇന്നു മുതൽ അനുകൂല ഭാവത്തിലേക്ക് തുടക്കമായിരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഐശ്വര്യം ഉണ്ടാകുകയാണ്, ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നുണ്ട്, ലക്ഷപ്രഭുവായി മാറാനുള്ള ഭാഗ്യം കൂടി ഇവിടെ സംജാതമാവുകയാണ്. ലക്ഷപ്രഭു എന്ന് പറയുമ്പോൾ ഈ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു രാത്രി കൊണ്ടുണ്ടാവുക എന്നല്ല, തുടരെയുള്ള ആ ദിവസങ്ങളിൽ നിങ്ങളിലേക്കൊരു സാമ്പത്തിക ആഗമനം ഉണ്ടാകും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭാഗ്യത്തിൻ്റെ സമയമാണ്, വളരെ വലിയ നേട്ടത്തിൻ്റെ സമയമാണ്. എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും പറയുന്നു, പ്രാർത്ഥന മുടക്കാതിരിക്കുക. അകമഴിഞ്ഞ പ്രാർത്ഥനയാണ് ഇവിടെ ഈ ഭാഗ്യം. ഇതൊക്കെ പറയുന്നത് മാത്രമല്ല, നിങ്ങളിലേക്ക് അത് എത്തണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൂടി വേണം. നമ്മൾ പറയാറുണ്ട്, ഇക്കരെ നിൽക്കുന്ന ഒരാൾ അക്കരയിലേക്ക് പോകണമെങ്കിൽ ഒരു പാലം ആവശ്യമാണ്. അപ്പോൾ ആ പാലം നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ ഒരു പാലം, നമ്മളിൽ നിന്ന് ഭഗവാനിലേക്ക് ആ പ്രാർത്ഥന എത്തുകയും ആ പ്രാർത്ഥന ശ്രവിച്ച ഭഗവാൻ നമ്മളിലേക്ക് ഒരു ഐശ്വര്യം എത്തിക്കണമെങ്കിൽ ഈ ഒരു പാലത്തിലൂടെയുള്ള ആ ഒരു പ്രാർത്ഥന എന്ന ആ ഒരു സഞ്ചാരപഥമുണ്ട്. ആ ഒരു പദമാണ് നമ്മൾക്കിവിടെ അത്യാവശ്യം. ആ ഒരു പാതയാണ് ഇവിടെ അത്യാവശ്യം. ആ ഒരു പാത ഇന്ന് തുറക്കുകയാണ് നിങ്ങളിൽ നിന്ന് വേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. വളരെ ഒരു ദിനം കൂടിയാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഐശ്വര്യങ്ങളും വന്നണയുന്നതാണ്. ഇന്ന് മുതൽ വളരെ നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ്. കാരണം വ്യാഴം അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കുകയും വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിക്കുകയും സാമ്പത്തികമായ ഉന്നമനം, നേട്ടം ഒക്കെയും ഉണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ജനുവരി 15. അതിഭാഗ്യശാലികളായ 15 നക്ഷത്രക്കാർക്കാണ് ഇവിടെ വ്യാഴം അനുകൂലത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ 15 ഭാഗ്യശാലികൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ രാശി മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരുന്ന മേടം രാശിയിൽ വരുന്ന ആളുകൾ, ഇവർക്ക് 2ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രു ജയമുണ്ടാകുന്നു. ശത്രുക്കൾ നിമിത്തമുള്ള ബുദ്ധിമുട്ടുകൾ, വലച്ചിലുകൾ, വിജയത്തിനെതിരെ അവർ പ്രവർത്തിക്കുന്നു. പരാജയത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വിധത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തിരിച്ചടി അവർക്ക് ലഭിക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ഇവിടെ ശത്രുവിന് ജയമല്ല, പരാജയം ഉണ്ടാവുകയാണ്. ശത്രുക്കളെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ശത്രുക്കളിൽ അവരെ തോൽപ്പിച്ച് നിങ്ങൾക്ക് വിജയം കണ്ടെത്താനായി സാധിക്കുന്നതാണ്. ധനലാഭം ഉണ്ടാകുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്താലും, ഇപ്പോൾ ചില വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ പൂജകളായാലും പ്രാർത്ഥനകളായാലും ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു ഫലം വേണമല്ലോ. ചില ഗ്രഹങ്ങളുടെ ഒരു മാറ്റം നിമിത്തം അല്ലെങ്കിൽ അവരുടെ സഞ്ചാര പദത്തിൻ്റെ ആ ഒരു രീതി നമ്മൾക്ക് അനുകൂലമായി വരാത്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ പോലും ചില സമയങ്ങളിൽ അനുകൂലമാകാതെ മാറുന്നത്. പക്ഷേ ഇവിടെ ഇന്നു മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളൂ, നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. പരാജയത്തിൽ നിങ്ങൾ വിജയത്തിലേക്ക് കടക്കുന്ന ദിനമാണെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നു മുതൽ വന്നണയാൻ പോകുന്നത്. ആഗ്രഹങ്ങൾ ഓരോന്നായി നിങ്ങൾക്ക് നേടിയെടുക്കാനായി സാധിക്കുന്നതായിരിക്കും. ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് നിങ്ങൾ ഇന്നു മുതൽ എത്തിയിരിക്കുന്നത്. രക്ഷപ്പെടും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹീതമായ രീതിയിൽ തന്നെ രക്ഷപ്പെടും, ഉയർച്ച പ്രാപിക്കുമെന്നതിൽ സംശയം വേണ്ട. ജോലി ഇല്ലാതെ വലയുന്ന ആളുകൾക്ക് നല്ല ഉദ്ദേശിച്ച ജോലി തന്നെ സിദ്ധിക്കുന്നതായിരിക്കും. ധനലാഭത്തിൻ്റെ സമയമാണ്. നിങ്ങൾ കഴിവതും ഈ ഒരു മാസം, അതായത് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. ഈ ഒരു മാസം എന്നല്ല, എപ്പോഴും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. അഥവാ പോകാൻ സാധിക്കാത്ത പക്ഷം നമ്മുടെ പൂജാമുറിയിലിരുന്ന് നന്നായി ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഒരു ദിവസം ആഹാരം കഴിക്കാൻ മറന്നാൽ പോലും പൂജ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ ഒന്നും മറക്കാതിരിക്കുക. അതിൻ്റെ ഫലം നമ്മൾക്കുണ്ടാകും. നമ്മൾക്ക് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് നമ്മൾ ലക്ഷപ്രഭുവായി മാറുമെന്നൊന്നും ആർക്കും പറയാൻ സാധിക്കും. അങ്ങനെ ഉണ്ടാവുകയില്ല. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി നമ്മൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തട്ടിത്തെറിച്ച് പോവുകയും ചെയ്യുന്നതാണ്. നവഗ്രഹ പൂജയുള്ള അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക. ശിവക്ഷേത്രത്തിൽ കൂവളമാല കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർക്കടകമാണ് അടുത്ത രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കടകം രാശിയിൽ വരുന്നത്. വ്യാഴം ജന്മരാശിയുടെ 11ാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഐശ്വര്യം വന്നേ മതിയാവും. ഐശ്വര്യങ്ങൾ വരിയായി നിങ്ങളിലേക്ക് ഇന്നു മുതൽ എത്തപ്പെടുന്നതായിരിക്കും. കടങ്ങൾ അകലുന്നത്, നിങ്ങളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ച് നിങ്ങളെ മാനസികമായി വളരെ വലിയ വ്യതകളിൽ കൊണ്ട് എത്തിച്ച ആ ദാരിദ്ര്യം അല്ലെങ്കിൽ ആ കടം എന്ന ബുദ്ധിമുട്ട് നിങ്ങളിൽ നിന്ന് ഇന്നു മുതൽ അകലാൻ തുടങ്ങുകയായിരിക്കും. ദുഃഖം അവസാനിക്കുന്നതാണ്. വീട് വാങ്ങാനുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ വാടക വീട്ടിലൊക്കെ
കഴിയുന്ന ആളുകൾക്കായിരിക്കും ഇത് ഏറ്റവും സന്തോഷം. കാരണം സ്വന്തമായൊരു ഗൃഹം, അതായത് നമ്മൾ ഏറ്റവും ഒരു മനുഷ്യൻ്റെ അത്യാവശ്യമായൊരു ആഗ്രഹമാണ് സ്വന്തമായൊരു ഗൃഹത്തിൽ വസിക്കുക എന്നത്. ആ ഒരു ആഗ്രഹമാണ് നിങ്ങളുടെ പൂവണിയാനായി പോകുന്നത്. വളരെ നല്ല അനുകൂലമായൊരു സമയത്തിലേക്കാണ് നിങ്ങൾ ഈ വർഷത്തിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു സമയത്തിലാണ് ഇപ്പോൾ നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. വ്യാഴം വളരെ അനുകൂലമായ ഭാവത്തിലാണ്. പല രീതിയിൽ ധനാഗമനം നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. സൗഭാഗ്യ സമയമാണ്. സർവ്വവിധ ഭാഗ്യങ്ങളും അനുകൂലത്തിൽ വന്നൊരു സമയമാണ് ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുന്നത്. ആഗ്രഹങ്ങളെല്ലാം നടക്കും. എന്തൊക്കെ മനസ്സിൽ ഇങ്ങനെ മുതലുള്ള അങ്ങേ അറ്റം വരെയുള്ള ആഗ്രഹങ്ങളാണെങ്കിലും ഏതെല്ലാം ഉണ്ടോ അതൊക്കെയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതുമായിരിക്കും. കന്നിയാണ് അടുത്ത രാശി. ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന കന്നിരാശിക്കാർക്ക് വ്യാഴം 9ാം ഭാവത്തിലാണ്. ധനലാഭമാണ്. ദുരിതങ്ങളൊക്കെ അകലുന്ന സമയമാണ്. രക്ഷപ്പെടും. നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടുകയാണ്. നിങ്ങളുടെ ദുരിതത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, ശാരീരിക വ്യതകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു സമയമാണ്. ഉയർച്ചയുടെ സമയമാണ്. വളരെ സാമ്പത്തിക നേട്ടത്തിൻ്റെ സമയമാണ്. കന്നിരാശിക്കാർക്ക് ഒരുപാട് നാളായിട്ടുള്ള കഷ്ടകാലമായിരുന്നു. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ദാരിദ്ര്യങ്ങൾ, അങ്ങനെയുള്ള വിധത്തിലുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഇന്നു മുതൽ നിങ്ങളെ അകന്നു പോയിരിക്കുന്നു. ഐശ്വര്യ സമയമാണ്. ആ ഒരു ഐശ്വര്യ സമയത്തിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. സൗഭാഗ്യ സമയമാണ്. ഇപ്പോഴും പറയുന്നത് പോലെ വീണ്ടും പറയുകയാണ്, പ്രാർത്ഥന മുടക്കാതിരിക്കുക. അനുഗ്രഹത്തിൻ്റെതായ ഒരു വാതിൽ നിങ്ങൾ എത്തി നിൽക്കുന്നു. ആ വാതിൽ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുകയാണ്. അതിലേക്ക് പ്രവേശിക്കുക. അത് പ്രാർത്ഥനയോടുകൂടി പ്രവേശിക്കുമ്പോൾ കല്ലും മുള്ളുകളില്ലാത്തൊരു പാതയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നത്. തടസ്സങ്ങൾ ഒന്നൊന്നായി അകലുന്ന ഒരു സമയത്തിനേക്കായിരിക്കും നിങ്ങൾ ഇന്നു മുതൽ എത്തപ്പെട്ടിരിക്കുന്നത്. വിദേശ ഭാഗ്യം ഈ ഒരു സമയത്ത്, അതായത് നിങ്ങൾ വിദേശത്ത് ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇത് കേട്ട മാത്രയിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗം തുടങ്ങിക്കൊള്ളൂ. ഒരു തടസ്സവും ഒരു ശത്രുക്കളും നിങ്ങൾക്കിനി നിങ്ങളെ വിജയത്തെ തടയുവാൻ ആർക്കും സാധിക്കില്ല. അനുകൂല സമയമാണ്. പണം ചിലവഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക മാത്രം. അതായത് ഏജൻറ്റിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് നല്ല കെയർഫുള്ളി അത് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ധനം വാങ്ങിക്കുന്ന ആൾ തെറ്റായ കള്ളം എന്തെങ്കിലും ഉള്ള ആളാണോ എന്നൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം ധനം കയ്യിൽ നിന്ന് കൊടുക്കുക. വിദേശ ഭാഗ്യത്തിനുള്ള സമയമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രമിച്ചാൽ നിങ്ങൾക്ക് എത്തിപ്പെടാനായി ഒരു സമയത്ത് സാധിക്കുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം ഉന്നതി ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. ഗജകേസരി യോഗം കൂടിയാണ് വ്യാഴം അനുകൂലത്തിൽ വന്നതിനാൽ രൂപം കൊണ്ടിരിക്കുന്നത്. തുലാം രാശിയാണ് അടുത്തത്. ചിത്തിര 2ാം പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന തുലാം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഭാഗ്യ സമയമാണ്. 7ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സങ്കടങ്ങളൊക്കെയും അകലുന്നു. അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള ഒരുപാട് വ്യതകളിലൂടെ കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവിധ സങ്കടങ്ങളും അകലുന്ന ഒരു സമയത്തിലാണ് നിങ്ങൾ പോയി നിൽക്കുന്നത്. നേട്ടത്തിൻ്റെ സമയമാണ്. ഭാഗ്യം, പുതിയ ജോലിയൊക്കെ ലഭിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്നുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാതെ ചില കാര്യങ്ങൾ പെട്ടെന്ന് അതായത് ഇതുവരെ വിഷമങ്ങളിലൂടെയാണ് വന്നത്. അതുകൊണ്ട് ഞാൻ തീരുമാനം എടുക്കുമ്പോൾ അതിനൊരു താമസം വെക്കേണ്ട, എല്ലാം എടുത്തു ചാടി എടുത്തേക്കാം എന്നൊരു തീരുമാനമൊക്കെ അല്ലെങ്കിൽ ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റുക. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആലോചിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക. മുൻകോപം അല്പം കുറയ്ക്കാനായി ശ്രമിക്കുക. കാരണം എപ്പോഴും അടിക്കടി ഉണ്ടാകുന്ന പരാജയങ്ങൾ അല്പം നിങ്ങളെ മുൻകോപികളാക്കിയിട്ടുണ്ട്. ആ മുൻകോപം നിങ്ങളൊന്ന് കുറയ്ക്കുക. അതുകൊണ്ട് അത് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാര സമർപ്പിച്ചാൽ മതി. ആ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു തണുപ്പുണ്ടാകും. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും സാമ്പത്തിക വ്യതകളിലൂടെ ഉണ്ടായ ഒരു ദേഷ്യമാണ്. അതൊന്നും വളരെ കാര്യമായി നിങ്ങൾ എടുക്കേണ്ട. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങളെ നാശത്തിലേക്കൊന്നും കൊണ്ടുപോവുകയില്ല. ഭഗവാൻ അറിയാമല്ലോ നിങ്ങൾ കടന്നു വന്ന ആ വേദനാജനകമായ വഴികളുടെ ആ സമ്മർദ്ദം കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. അതൊക്കെയും വേഗം മാറുന്ന ആയിരിക്കും. കാരണം ഭാഗ്യമാണ്. വ്യാഴം ഉദിച്ചിരിക്കുന്ന ഒരു സമയമായതിനാൽ തന്നെ വളരെ നല്ല സമയമാണ്. പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ കൂടെ കൊണ്ടുപോയിക്കോളൂ. അതോടൊപ്പം അനുകൂല സമയമായതിനാൽ വളരെ നല്ല നേട്ടങ്ങൾ നിങ്ങളെ തേടി ഇന്നു മുതൽ തുടങ്ങിയിരിക്കുകയാണ്. മകരം രാശിയാണ് അടുത്തത്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് സൗഭാഗ്യ സമയമാണ് എത്തിയിരിക്കുന്നത്. നേട്ടത്തിൻ്റെ സമയമാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ ഈ സമയത്ത് നിങ്ങളെ കടാക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ലോട്ടറി എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊന്ന് ശ്രമിക്കാവുന്നതാണ്. 5ാം ഭാവത്തിലാണ് വ്യാഴമുള്ളത്. അതുകൊണ്ട് തന്നെ നേട്ടമാണ്. വരുമാനം പല വിധത്തിൽ നിങ്ങളിലേക്ക് എത്തപ്പെടേണ്ട ഒരു സമയമാണ്. തടസ്സങ്ങളൊക്കെ നീങ്ങി പിണങ്ങി നിന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ തമ്മിൽ ഒരുമിക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. കടങ്ങൾ നീങ്ങും. ഗുണകരമായ പല മാർഗ്ഗങ്ങളും നിങ്ങളിലേക്ക് എത്തുകയും അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികമായ ഉന്നതിയിലേക്ക് കടക്കാനായും ഇന്നത്തെ ദിവസം മുതൽ സാധിക്കുന്നതായിരിക്കും. അപ്രതീക്ഷിതമായ ചില വിഷമഘട്ടങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു മാനസിക വ്യതകളിലൂടെ നിങ്ങൾ ഇപ്പോഴും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും നടക്കത്തില്ല എന്നുള്ള ഒരു പോസിറ്റീവ് ചിന്തയല്ല വരുന്നത്, നെഗറ്റീവ് ചിന്തയാണ്. എനിക്കൊന്നും നടക്കത്തില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള നെഗറ്റിവിറ്റി മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ആ നെഗറ്റിവിറ്റി എന്ന ആ ഒരു ദോഷത്തെ അല്ലെങ്കിൽ ആ ഒരു കരടിനെ എടുത്ത് നിങ്ങൾ വെളിയിൽ കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും ഉള്ളൊരു താക്കോ അല്ലെങ്കിൽ ആ ഐശ്വര്യം തുറന്നു കിട്ടും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. നല്ലൊരു സമയമായതിനാൽ എനിക്ക് നല്ലതേ നടക്കൂ എന്നൊരു ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക. വളരെ നല്ല സമയമാണ്. ഐശ്വര്യത്തിൻ്റെ സമയമാണ് ഇപ്പോൾ എത്തപ്പെട്ട് നിൽക്കുന്നത്.